കൊമ്പൻസിന്റെ വീൽ ചെയർ ആക്സസിബിൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള യാത്ര ഞങ്ങൾ എത്തിയിട്ടുള്ളത് കുർണൂലിലാണ്. കുർണൂലിൽ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലാണ് ഈ കാണുന്നത്. നമ്മൾ ഓയോ വഴിയാണ് റൂം ബുക്ക് ചെയ്തത്. ബുക്ക് ചെയ്തിട്ട് ഇവിടെ വിളിക്കുമ്പം അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഇവിടെ കംപ്ലീറ്റ്ലി വീൽ ചെയർ സൗഹൃദ ഇടാണ്. വീൽ ചെയർ വന്നാൽ സുഖമായിട്ട് കയറാൻ പറ്റും, ബാത്റൂം എല്ലാം വീൽ ചെയർ ഫ്രണ്ട്ലി ആണ്, റൂമിന്റെ മുന്നിൽ തന്നെ ഇറങ്ങിയിട്ട് അകത്ത് പോവാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ലൈവായിട്ട് ഇവിടെ വിളിച്ച് ചോദിച്ചതുമാണ്. അപ്പോൾ ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇത് കുടിസായ റോട്ടിലാണ് ഉണ്ടായത്. നമുക്കിവിടെ പാർക്കിംഗ് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ റൂമിലേക്ക് കയറാനായിട്ട് ലിഫ്റ്റ് വീൽ ചെയർ കൊള്ളാത്ത ലിഫ്റ്റ് ആയിരുന്നു. അതുപോലെ മുകളിൽ റൂം ചെന്നാലും ബാത്റൂമിലേക്ക് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ പിന്നെ രാത്രി 1 മണിയായി ഇവിടെ എത്താനായിട്ട്. ഇന്നലെ രാത്രി വണ്ടി കേടായതോ കാരണം. അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇന്നലെ ഈ റൂമിൽ നമ്മൾ താമസിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഈ ഓയോ വഴി ബുക്ക് ചെയ്ത എല്ലാ റൂമുകളും വീൽ ചെയർ സൗഹൃദം അല്ലാത്ത റൂമുകളായിരുന്നു. പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളാൾക്കാരൊക്കെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരിക്കലും ഓയോ വഴിയോ അല്ലെങ്കിൽ booking.com വഴിയോ ഒന്നും റൂം ബുക്ക് ചെയ്യരുത്. അതാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇതുപോലുള്ള ഹോട്ടലിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഒറ്റക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, 2 ആൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇവിടെ താമസിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ആ സമയത്ത് നമ്മൾ ബുദ്ധിമുട്ട് വേറെ റൂമൊക്കെ തിരഞ്ഞു പോകേണ്ട അവസ്ഥ വരും. പക്ഷെ ഞങ്ങളപ്പം നമ്മളെ ആൾക്കാരൊക്കെ ഉണ്ടാവുകൊണ്ട് നമ്മൾ ലിഫ്റ്റിലൊക്കെ വളരെ ബുദ്ധിമുട്ടിട്ടാണ് കയറിപ്പോയി താമസിക്കുകയാണ് ചെയ്തത്. അപ്പം ഇന്ന് രാവിലെ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇതാണ് ഒരിക്കലും നമുക്ക് വീൽ ചെയറിൽ ഇറങ്ങാനോ കയറാനോ പറ്റില്ല. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനും പറ്റത്തില്ല. ഒരു മെയിൻ റോഡിൻ്റെ സൈഡിലാണ് ഈ റൂം കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ പ്ലീസ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നമ്മളുടെ സർക്കാരിനോട്, നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിനോടാണ്. ഹോട്ടലുകൾ അല്ലെങ്കിൽ റിസോർട്ടുകൾ അല്ലെങ്കിൽ റൂംസ് ഒക്കെ ഉണ്ടാക്കുമ്പം മിനിമം അതിൽ ഒരു വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. കാരണം ഇത്തരം ആൾക്കാർ യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഒരു വണ്ടി വന്ന് പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അകത്ത് കയറ്റി ബാത്റൂം പോകാനോ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മാക്സിമം ഷെയർ ചെയ്യുക. ഇത് നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ എത്തണം എന്നുള്ളതാണ് കൊമ്പൻസിന് പറയാനുള്ളത്. കാരണം കൊമ്പൻസ് ഇതിന് വേണ്ടിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഒരു വീൽ ചെയർ ആക്സസിബിൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ടാഗ്ലൈൻ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാ പരിസരവും വീക്ഷിച്ചിട്ട് അവിടെയൊക്കെ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ ഇത്തരം റൂമുകൾ ഇത്തരം ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ മിനിമം ഒരു റൂമെങ്കിലും അവിടെ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറയാനുണ്ട്. കുർണൂലിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നലെ രാത്രിയാണ് ഇവിടെ 1 മണിയായി ഇവിടെ എത്തിയപ്പം. ഇന്ന് രാവിലെ 10 മണിക്ക് ഞങ്ങൾ എണീറ്റ് ഒക്കെ ഫ്രഷായി ഇന്ന് നമ്മൾ ഹൈദരാബാദിലേക്ക് പോവുകയാണ്. ഹൈദരാബാദിൽ വനസ്ഥാൽപുരം എന്ന സ്ഥലത്താണ് ഇന്ന് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ പോയാൽ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇനി ഫുൾ ഹൈവേയിലൂടെയാണ് യാത്ര. അപ്പോൾ ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഹൈദരാബാദ് എത്തും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. രാവിലെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു കാഴ്ചയാണ് കേട്ടോ. ഒരുപാട് പോത്തുകൾ ഇങ്ങനെ പോകുന്നു. ഒരാൾ വണ്ടിയൊക്കെ കെട്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്ത വണ്ടികളൊക്കെ ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈബുള്ള കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. കാളവണ്ടി. അപ്പോൾ കുർണൂലിലെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുനിന്ന് നമ്മളെ സൂപ്പർ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് പുറത്തിറങ്ങുകയാണ്. ഇനി ചായ കുടിച്ചിട്ട് വേണം പോകാൻ, ഹൈവേയിലേക്ക് കയറാൻ. അപ്പോൾ ഇതാ എല്ലാവരും വീൽ ചെയറൊക്കെ കെട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബിലാൽ സ്കൂട്ടിയുമ്പോൾ വീൽ ചെയർ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും റെഡി ആയി ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇപ്പോഴത്തെ സൂപ്പർ ഹോട്ടലിൽ നിന്ന് സൂപ്പറായിട്ട് ഇറങ്ങുകയാണ്. നല്ല ഇറക്കാണ് കേട്ടോ. ഇവിടെ ഒന്നും വീൽ ചെയറിൽ വന്ന ഒരിക്കലും കയറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് റൂമൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചും കണ്ടൊക്കെ എടുക്കുക. നമ്മൾ ഇറങ്ങുന്നതിൻ്റെ റോട്ടിലേക്കാണ്. റോട്ടിൽ ഇറങ്ങിയിട്ടാണ് തിരക്കുള്ള റോട്ടിൽ നിന്ന് വേണം ഇനി വണ്ടിയിലേക്ക് കയറാനായിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി ഹൈദരാബാദിലേക്ക് പോവാണ്. അപ്പോൾ വണ്ടിയിലേക്ക് കയറട്ടെ. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. എല്ലാവരും സ്കൂട്ടിയിൽ ഒക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ കേട്ടോ. സൂപ്പർ ഹോട്ടൽ ഈ കാണുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്കൂട്ടികളെല്ലാം, കൊമ്പൻസ് സ്കൂട്ടികളൊക്കെ ഫ്ലാഗ് ഒക്കെ ഇട്ട് റെഡിയാണ്. എന്നാൽ പോവല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ പുറപ്പെടുകയാണ്. ഇത് ഒരു ടൗണാണ് കേട്ടോ. കുർണൂൽ എന്ന് പറഞ്ഞാലേ അവിടെ നിങ്ങൾ വരുമ്പോൾ തന്നെ കുറച്ച് ഇങ്ങോട്ട് വന്നു. നമ്മൾ കുർണൂൽ മെഡിക്കൽ കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ റൂം വന്നത്. ഇത് വണ്ടികളൊക്കെ ഇതാ റോഡിലേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹൈവേയിലേക്ക് ഇങ്ങനെ കയറുകയാണ്. ജസ്റ്റ് എല്ലാവരും അടിപൊളിയായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചായ കുടിച്ചിട്ട് വേണം നമുക്ക് യാത്ര തിരിക്കാനായിട്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഹോട്ടലിൽ നിന്ന്. അപ്പോൾ അത് കഴിച്ചിട്ട് വേണം ഇനി യാത്ര തുടരാണ്. അപ്പോൾ ഞങ്ങളിതാ
കുർണൂൽ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കുർണൂൽ സിറ്റി കേട്ടോ. അത്യാവശ്യം തിരക്കുള്ള റോഡാണ്. പോട്ടെ പോട്ടെ പോട്ടെ. അപ്പോൾ കറക്റ്റ് എല്ലാവരും റോഡിലേക്ക് കയറിട്ടോ. നല്ല തിരക്കാണ് രാവിലെ തന്നെ. ഫുൾ സൗണ്ട് ഒച്ചപ്പാടൊക്കെയാണ്. CPIയുടെ എന്തൊരു സമരം നടക്കുന്ന സമരപ്പന്തലാണ്. റോഡിന്റെ സൈഡിലൊക്കെ എന്തൊക്കെയോ വിൽക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് കുർണൂൽ സിറ്റിയിലൂടെയാണ് പോകുന്നത് കേട്ടോ. ഇവിടെ ഒരു പുഴയുണ്ട്. ഈ പുഴ നമ്മൾ ഇന്നലെ പല ഭാഗത്തുനിന്നായിട്ട് കണ്ടു. വെള്ളം കുറവാണ്. ഇത് കണ്ടോ, അത്യാവശ്യം തിരക്കുള്ള ഒരു സിറ്റിയാണ്. ഒരുപാട് വീടും കാര്യങ്ങളും അതുപോലെ തന്നെ കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു സിറ്റിയാണ് കുർണൂല്. കുർണൂൽ സിറ്റിയുടെ പല ഭാഗങ്ങളാണ് കേട്ടോ. അത്യാവശ്യം വലിയ സിറ്റിയാണ്. ഇവിടെ എന്തൊക്കെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ. വലിയ വലിയ ബിൽഡിങ്ങുകളുള്ള വലിയൊരു സിറ്റി തന്നെയാണ് കുർണൂല്. അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു കട കിട്ടിയിട്ടുണ്ട്. ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കാൻ പോവാണ്. അത് കഴിച്ചിട്ട് വേണം ഇനി ഉഷാറായിട്ട് പോവാൻ. ഹൈവേയിൽ കയറിയിട്ട് പിന്നെ ഒന്നും നോക്കാനില്ല, നേരെ ഹൈദരാബാദ്. ചെറിയൊരു കടയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ദോശയൊക്കെ കിട്ടും. പിന്നെ ചെറിയ പൈസ ആവത്തുള്ളൂ, അതാണ് മെയിൻ കാര്യം. ഞങ്ങൾക്ക് രാവിലെ നല്ല അടിപൊളി സോഫ്റ്റ് ഇഡ്ഡലിയും ദോശയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ചെറിയൊരു ഹോട്ടലാണെങ്കിലും നല്ല അടിപൊളി ഫുഡാണ്. രാവിലത്തെ ഭക്ഷണം ശരിയാവുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പോൾ അത് രാവിലെ നല്ല ഇഡ്ഡലിയും സാമ്പാറും നല്ല സ്ട്രോങ് ആയിട്ട് ചായയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യാത്രയിൽ തന്നെ അത് ഫുൾ ഒരു ഊർജ്ജം പകരും അല്ലേ. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ ഹോട്ടലാണെങ്കിലും നല്ല അടിപൊളി ഫുഡാണ്. റൂമൊക്കെ നമ്മളെ പറ്റിച്ചെങ്കിലും ഹോട്ടലൊക്കെ ഭക്ഷണം വളരെ ചെറിയ പൈസക്ക് തന്നെ ഇവിടെ ആന്ധ്രതൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ഹൈദരാബാദ് പോയൊക്കെ അവിടുത്തെ എങ്ങനെ അറിയില്ല. മൊത്തം യാത്ര നമുക്ക് ഭക്ഷണത്തിന് ഒരു സ്ഥലത്ത് മാത്രമാണ് പെട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം ഓക്കെ ആയിരുന്നു. ഉച്ചക്ക് കഴിച്ച ഒരു ചോറ് അത് അവർ നല്ല ചാമ്പലി. ബാക്കിയുള്ളതൊക്കെ ചെറിയ പൈസക്ക് നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ റോഡാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വേറെ റോഡാണ്. അതിൽ ഇങ്ങനെ ചെടിയൊക്കെ വെച്ചിട്ട് മനോഹരമായിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ മേളിൽ ആ കാണുന്ന ഹൈവേ ആണ്. നമ്മൾ ഹൈവേയിലേക്ക് കയറാൻ പോവാണ്. അതാണ് ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേ, ശ്രീനഗർ കന്യാകുമാരി ഹൈവേ. അപ്പം നല്ല അടിപൊളി പപ്പായ ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ 20 രൂപയാണ്. നല്ല അടിപൊളി സാധനം. രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടേ ഒരു ഫ്രൂട്ട്സ് കഴിക്കണ്ടേ, വയറൊക്കെ ഒന്ന് ലൂസാവാൻ. അപ്പോൾ ഞങ്ങൾ പപ്പായ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല റെഡ് ലേഡി പപ്പായ. അപ്പോൾ നല്ല അടിപൊളി പപ്പായ കഴിച്ചാൽ വയറൊക്കെ നന്നായിട്ട് ലൂസാവും കേട്ടോ. നമുക്ക് എത്തിയേ ലൂസാവുള്ളൂ. അപ്പോൾ നല്ല റെഡ് ലേഡി പപ്പായ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കളറുണ്ട് കേട്ടോ, നല്ല മധുരമുണ്ട് സാധനം. ഇപ്പോൾ രാവിലെ തന്നെ ദോശ ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ മേലെ പപ്പായ കൂടെ കഴിച്ചാലേ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് പപ്പായ വാങ്ങി കഴിച്ചു. അപ്പോൾ വേറെ ടീം ഇത് സൗന്ദര്യം പോരാന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് ആ സൗന്ദര്യമുള്ള ചേച്ചിയുടെ അടുത്ത് പപ്പായ വാങ്ങി കഴിക്കുകയാണ്. തുംഗഭദ്ര റിവറിന്റെ മേലെ കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മള് ആന്ധ്രയിൽ തെലങ്കാനയ്ക്ക് ബോർഡർ ക്രോസിംഗ് ആണ്. ഈ തുംഗഭദ്ര റിവർ ഈ കാണുന്ന വലിയ റിവറാണ്. അതിൽ വെള്ളമുണ്ട്. നമ്മളെ ഭാരതപ്പുഴൻ്റെ ഒക്കെ പോലത്തെ വീതിയുള്ള പുഴയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ആന്ധ്രയിൽ നിന്ന് തെലങ്കാനയ്ക്ക് ബോർഡർ ക്രോസിംഗ് ആണ്. വലിയ നദിയാണ് കേട്ടോ. ഇവിടെ ബോർഡർ ശരിക്കും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പുഴന്റെ നടുവിലാണ്. പകുതി ആന്ധ്രയിലും പകുതി തെലങ്കാനയിലുമാണ്. എന്തായാലും വലിയ നദിയാണ്. ആ നദിയുടെ കാഴ്ച കണ്ടിട്ട് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊമ്പൻസിന്റെ വണ്ടികളൊക്കെ പിന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടുകൊണ്ട് ആന്ധ്രാപ്രദേശിൽ നിന്ന് തെലങ്കാനയിലേക്ക് കടക്കാൻ പോവാണ്. ഇനി തെലങ്കാനയുടെ മനോഹരമായിട്ടുള്ള ഗ്രാമഭംഗിയും പ്രകൃതി ഭംഗിയോ കണ്ടുകൊണ്ട് ഹൈദരാബാദിലേക്കാണ് കൊമ്പൻസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ തുടങ്ങിയിട്ട് ഏകദേശം 800 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടോ. 800 കിലോമീറ്റർ ഡ്രൈവ് ചെയ്താലും യാതൊരു വിധ ക്ഷീണവും ഇല്ലാതെയാണ് നമ്മുടെ ഡ്രൈവർ ഹൈദരാബാദിലേക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ
വൈകുന്നേരത്തെ വരുള്ളൂ. ക്ഷീണം വൈകുന്നേരത്തെ വരുള്ളൂ. എന്തായാലും ഇനി ഒരു 209 കിലോമീറ്റർ ആണ് ഇന്ന് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്കുള്ളത്. അപ്പോൾ അത് ലക്ഷ്യമാക്കിയിട്ട് ഞങ്ങളിങ്ങനെ മുന്നിലേക്ക് പോയി. ഹൈവേയിലൂടെ ഇങ്ങനെ ഓടുമ്പോഴേ ടോൾ പ്ലാസകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ. നല്ല ടോളും ഉണ്ട്. പക്ഷേ നമ്മളിങ്ങനെ UDID കാർഡൊക്കെ കൊടുത്തിട്ട് രക്ഷപ്പെട്ട് പോവുകയാണ്. 250, 150, 300 അങ്ങനെ പല റേഞ്ചിലാണ് ടോൾ വരുന്നത്. പക്ഷേ സുഖമായിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോവാന്നുള്ളതാണ് നമുക്ക് അതിൽ കിട്ടുന്ന ബെനിഫിറ്റ്. എല്ലാവർക്കും ആഗ്രഹമാണ് നമ്മളുടെ ഹൈദരാബാദ് ഫിലിം സിറ്റി, അതുപോലെ തന്നെ ചാർമിനാർ, അങ്ങനെ അവിടെയുള്ള സംഭവങ്ങൾ പോയി കാണണം എന്നുള്ളത്. ഒരുപാട് ആൾക്കാർ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്ത് പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കൊമ്പൻസിനും അതുപോലെ ആഗ്രഹമുണ്ട്. അപ്പോൾ ആഗ്രഹം സഫലീകരിക്കുക എന്നുള്ളതാണ് ഈ യാത്രയുടെ ഉദ്ദേശം. അതിനോടൊപ്പം തന്നെ വീൽ ചെയർ ആക്സസിബിൾ ഇന്ത്യ എന്ന് പറഞ്ഞുള്ള ക്യാമ്പയിന് കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ യാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തെലങ്കാനയിലൂടെ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ കൊമ്പൻസിനെ പിടിച്ചാൽ കിട്ടൂല കേട്ടോ. അജാതി പോക്കാണ് പോണത്. കണ്ടോ, കൊട്ടിയൊക്കെ പറത്തിയിട്ട് വളരെ മനോഹരമായിട്ട് സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന കൊമ്പൻസ് ആണ് കേട്ടോ. ഓരോരുത്തരും പോകണുണ്ടോ, എല്ലാവരും ഒരേ സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. ഹൈവേയിലൂടെ ഇങ്ങനെ പോകുമ്പോഴേ നമുക്ക് പ്രത്യേകിച്ചൊന്നും വീഡിയോയിൽ കാണിക്കാനായിട്ടൊന്നും ഇല്ല. കാരണം വലിയൊരു പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമൊന്നും അല്ല. ഒക്കെ ഇങ്ങനെ വിജനമായി കിടക്കുന്ന കുറേ കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഈ കാണുന്ന പോലെ കുറേ ഓവർ ബ്രിഡ്ജും അതിൻ്റെ 2 സൈഡിലായിട്ട് ഇതുപോലുള്ള നെൽപ്പാടങ്ങളും ചോളപ്പാടങ്ങളും കരിമ്പ് തോട്ടങ്ങളും അങ്ങനത്തെ കൃഷിയിടങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ചൊന്നും നമുക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഈ കാണുന്നത് റെയിലാണ് കേട്ടോ. ഇപ്പോൾ ട്രെയിൻ മാർഗമൊക്കെ വരികയാണെങ്കിൽ ഇതിലൂടെയൊക്കെ വരിക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിയ വലിയ ഓവർ ബ്രിഡ്ജ്, ഹൈവേ ആണല്ലോ, മുന്നിലേക്ക് ഒരുപാട് ദൂരത്തേക്ക് കാണുന്ന ഓവർ ബ്രിഡ്ജുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന പോലെ തന്നെ വലിയ വലിയ ഫാക്ടറി കമ്പനികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മളുടെ ഹൈദരാബാദ് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊമ്പൻസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ യാത്രകളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഇതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതേ, ഇവിടെ ഒരുപാട് ഏരിയയിൽ നമ്മൾ ചുവന്ന മുളക് ഉണ്ടല്ലോ, അതിൻ്റെ കൃഷിയുണ്ട്. അതുപോലെ പരുത്തി ഉണ്ടല്ലോ, പരുത്തി കൃഷി. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ പരുത്തിയാണ്. ആ കാണുന്നതൊക്കെ ദൂരെ കാണുന്നത് ക്യാമറയിൽ കാണിക്കാൻ ഈ കാണുന്നതൊക്കെ പരുത്തിയാണ്. അത് പൂത്തിട്ട് ഉണങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ആ കാണുന്നത്. ചില സ്ഥലത്ത് അതുപോലെ തന്നെ ഉണക്കമുളക് നന്നായിട്ട് പഴുത്ത് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച കാണാനുണ്ട്. പച്ച ഇലയും ചുമപ്പ് മുളകും ഇങ്ങനെ കാണാനുണ്ട്. അതുപോലെ അങ്ങനത്തെ ഒരുപാട് കൃഷി. പിന്നെ നെൽപ്പാടങ്ങളുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കൃഷി. അപ്പോൾ ഇത് കാണുന്നതൊക്കെ പരുത്തിയാണ്. പരുത്തി പൂവിട്ടിട്ട് അതിൻ്റെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. ഉണങ്ങിയ പാടങ്ങളൊക്കെ പരുത്തി വിളവെടുത്തതിന് ശേഷം ഉണങ്ങിയ പാടങ്ങളാണ് ഇപ്പം കൂടുതൽ കാണുന്നത്. അതുപോലെ തന്നെ വേറെ എന്തൊക്കെ കൃഷികളുണ്ട്. അധികം പരുത്തി മുളകുമാണ് കാണുന്നത്. ആ ദൂരെ കാണുന്ന പച്ചപ്പൊക്കെ മുളകാണ് കേട്ടോ. പിന്നെ ഇത് വേറെ എന്തോ ഒരു സംഭവമാണ്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കുറച്ച് വലിയ ഇലയൊക്കെ ഉള്ള എന്തോ സാധനം, വലിയ ഇലയുള്ള എന്തോ ഒരു സാധനം കാണാനുണ്ട്. അങ്ങനെ ഒരുപാട് വലിയ ഏരിയയിൽ പരന്ന് കിടക്കുന്ന കൃഷിത്തോട്ടാണ് ഈ കാണുന്നത്. മുളകും തോട്ടാണ് ആ പച്ച കളറിൽ കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ആ പച്ച ഇലയിൽ ചുവന്ന മുളക് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടോ, അതിനടുത്ത് പോയിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ ചുവന്ന മുളക് ആ പച്ച ഇലക്കുള്ളിലൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട് ദൂരം നിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ക്ലോസപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ അടുത്ത് പോയി എടുക്കുകയാണ്. ഞങ്ങളുടെ ഹൈദരാബാദ് യാത്ര ഇങ്ങനത്തെ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളോ കണ്ടുകൊണ്ട് അതിനൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ വീൽ ചെയർ ആക്സസിബിൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഞങ്ങൾ ഹൈദരാബാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കൂടി പങ്കുവെക്കുകയാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ഈ സംഭവത്തിൻ്റെ കൃഷി വല്ലാണ്ട് കാണാൻ കേട്ടോ. അത് എന്താ തുവരപ്പയറാണെന്ന് തോന്നുന്നത് എനിക്ക്. അത് പൊളിച്ച സാധനം ഉണ്ടോ, ഉണങ്ങിയതുണ്ടോ തുവരപ്പയറുള്ളത്? അതാണ് നമ്മള് സാധാരണ പച്ചമുളക് ഉണ്ടല്ലോ, അതെങ്ങനെ നമ്മൾ പറിക്കാത്തോണ്ട് ഒരു മരത്തേൽ ഒരുപാട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, ഇങ്ങനെ ചുവപ്പും പച്ചയായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ തെലങ്കാനയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് വീണ്ടും കൊമ്പൻസ് ഹൈദരാബാദ് ലക്ഷ്യമാക്കിയിട്ട് നീങ്ങാണ്. ഓരോ സ്കൂട്ടികളും അതിമനോഹരമായിട്ടുള്ള യാത്രയിലാണ്. റൈഡ് ചെയ്തിട്ട് ഇങ്ങനെ പോവാണ്, ഫ്ലാഗൊക്കെ പാറിച്ചുകൊണ്ട്.
ഓരോരുത്തരും നല്ല സ്പീഡിലാണ് പോകുന്നത് കേട്ടോ. എന്നാൽ ഹൈവേ ആകുമ്പോൾ അത്യാവശ്യം സ്പീഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല നിരന്ന് കിടക്കുന്ന ഹൈവേ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓടിയെത്താനും പറ്റും. കൃഷ്ണ റിവറാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല വീതിയുണ്ട്. വെള്ളം ഇല്ല, അവിടെ എവിടെയൊക്കെയായിട്ട് വെള്ളം കാണുന്നുണ്ട്. നല്ല വീതിയുള്ളൊരു പുഴയാണ് കൃഷ്ണ റിവർ. അതിൻ്റെ ബ്രിഡ്ജ് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നീളത്തിലുള്ള ബ്രിഡ്ജാണ്, ഒരുപാട് ലോങ് ആയിട്ടുള്ള ബ്രിഡ്ജാണ് കേട്ടോ. അതിൻ്റെ ആ സൈഡിലേക്ക് നമുക്ക് കാണൂല, ഈ സൈഡിലേക്ക് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നിറച്ച് പുല്ലും പൊന്തൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന കുഴികൾ പോലത്തെ അരുവികൾ പോലത്തെ അരുവിചാലുകളും അങ്ങനെയാണ് കാണുന്നത്. വെള്ളം വളരെ കുറവാണ്. നമ്മൾ ഇടവേളകളെ ആസ്വാദ്യകരമാക്കാൻ വേണ്ടി നമ്മളെ ശ്രീ സായി റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ ചായ കുടിക്കാൻ നിർത്തിയാണ്ട് ഇതൊക്കെ എടുത്തിട്ട് പോയിക്കോ. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരെ ഊഞ്ഞാലൊക്കെ ആടിയിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഇതിനുള്ള അടിപൊളി കോഫിയൊക്കെ കിട്ടുന്ന സംഭവമുണ്ട്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവമാണ്. അപ്പോൾ നമ്മളെ കണ്ട് കുട്ടികളായി ഇങ്ങനെ ആടി കളിക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ ഇറങ്ങുമ്പോ 2:30 കാണിച്ചിരുന്നു, പിന്നെ 12 മണി എത്തുമ്പോ 1 മണിയാണ്. നോക്കട്ടെ, അവിടെ എത്ര സമയം പോലെ ചെയ്യാം. എന്താ എനിക്ക് ചോദിക്കാനുള്ളത്? ചോദിച്ചോ. നമുക്ക് ഇവിടെ കൃഷി ഉണ്ട്. ഇവിടെ പരുത്തി കൃഷി ഉണ്ട്. 2-3 ഏക്കർ. നമ്മൾ ഇവിടുന്നല്ലേ നമ്മളെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. തമിഴ്നാട്ടിൽ വേറെ സ്ഥലമുണ്ട്. അവിടെ കൂർക്കല്ലേ. അവിടെ മെയിനായിട്ട് ബിസിനസ് കൂർക്ക ബിസിനസ്സാണ്. ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇവിടെ മെയിനായിട്ട് പോത്താട്ടാ. അത് പോത്തും എരുമയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ചായയിൽ എരുമപ്പാലേ ഉണ്ടാവുള്ളൂ, പശുമ്പാല് കിട്ടൂല. നല്ല ചായയാണ് ഇവിടെ കിട്ടുള്ളൂ. ഇവിടെ പശുവിനെ വളർത്തൂല ആരും. ഇവിടെ കൃഷി ഇവിടുത്തെ നിങ്ങൾ കേരളത്തിൽ നിന്ന് വരണല്ലേ. ഇവിടുന്ന് വരുന്ന അരി മുഴുവൻ ഞങ്ങൾ തരുന്ന അരിയാണ് അവിടേക്ക് വരുന്നത്. കണ്ടമാന അരി, ജയ, കുർവ, എല്ലാ അരിയും ഞങ്ങൾ കൊണ്ടുവന്ന് തരുന്നത്. മലയാളം ഞാൻ ഇപ്പോൾ പഠിച്ചാണ്. ആദ്യമൊന്നും എനിക്ക് അറിഞ്ഞിരുന്ന തന്നെ ഇല്ല. ഇപ്പോൾ കുറച്ചായിട്ട് പഠിച്ചാണ് മലയാളമൊക്കെ. നമുക്ക് കേരളത്തിലെ സ്ഥലം. നിങ്ങൾ കേരളത്തിൽ എവിടെയാണ്? പെരിന്തൽമണ്ണ. കൊയ്ഞ്ഞാമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്. കൊയ്ഞ്ഞാമ്പാറ പോയില്ല. പാലക്കാട് നിന്ന് കുറച്ച് പോയിട്ട് അവിടെ നമുക്ക് സ്ഥലമുണ്ട്. ചില സംഭവങ്ങൾ യാത്രകളിലെ നമ്മൾ വല്ലാണ്ട് അത്ഭുതപ്പെടും. അങ്ങനത്തെ ഒരു മലയാണ് കാണുന്നത്, പാറയാണ്. പക്ഷെ ആ പാറ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ അതിങ്ങനെ അടുക്കി പെറുക്കി വെച്ച പോലെയാണ് തോന്നുന്നത്. പക്ഷെ മനുഷ്യരാരും ഇപ്പോൾ ചെയ്യത്തില്ലല്ലോ, പ്രകൃതിയാ അങ്ങനെ ഉണ്ടായതാണത്. ഒരു പാറിൻ്റെ മേലെ വേറൊരു പാറ ഇങ്ങനെ കയറ്റി വെച്ചൊരു മല ഉണ്ടാക്കിയെടുത്ത പോലെയാണ് അത് ഫുള്ളായിട്ട്. ഉരുളൻകല്ലുകളാണ്. ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ശ്രദ്ധപ്പെട്ട അങ്ങനത്തെ ഒരുപാട് മലയുണ്ട്. 1-2 എല്ലാ മലകളും ഇതുപോലെ പാറകൾ അടുക്കി വെച്ച് നിർമ്മിച്ചുണ്ടാക്കിയ പോലത്തെ ഒരു ഫീലുള്ള മലകളാണ്. അടിപൊളിയായിട്ട്. പിന്നെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അധികം നമ്മളെ നാട്ടിലോ കാണുന്ന ഈ ചെളിക്കല്ലൊക്കെ പിന്നെ പൊട്ടിച്ചെടുത്തിട്ട് അത് ഈർന്ന് മുറിച്ചിട്ടൊക്കെ വരുന്ന കുറേ കോറികൾ അങ്ങനെ കാണുന്നുണ്ട്. ഈ കൃഷിയിടം പോലെ തന്നെ അങ്ങനത്തെ ഒരു പാറയാണ് ഇവിടെയൊക്കെ കാണുന്നത്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളാണ് ഒരുപാട് ദൂരത്തേക്ക് നമുക്കിങ്ങനെ കാണാനുള്ളത്. ഇവിടെ കാണാനുണ്ട്, അതുപോലെ ദൂരെ അവിടെ കാണുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കാണുന്നുണ്ട്. പിന്നെ ഹൈവേ ആണെങ്കിലും 2 സൈഡിലും നല്ല മരങ്ങളാണ്. അപ്പം നമുക്ക് റോഡിൽ വെയിലാണെങ്കിലും 2 സൈഡിലും നല്ല പച്ചപ്പ കൊണ്ട് അതിങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റും. ഹൈവേ നമ്മളെ മുമ്പിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഇവിടെയൊക്കെ നന്നായിട്ട് പേരക്ക വെക്കുന്നുണ്ട്. ഞങ്ങൾ പല സ്ഥലത്തുനിന്നും പേരക്ക വാങ്ങി കഴിച്ചു. നല്ല നാടൻ ടേസ്റ്റുള്ള പേരക്കയാണ്. ഇവിടെ കണ്ടോ, റോഡ് സൈഡിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പേരക്ക കച്ചവടക്കാരുണ്ട്. അപ്പോൾ 2-3 ടൈപ്പിലുള്ള വരുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ 2-3 സ്ഥലത്ത് 2-3 ഐറ്റം വാങ്ങിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വലിയ പുകക്കുഴലുകളുള്ള ഫാക്ടറികൾ ഒരുപാട് കാണുന്നുണ്ട് കേട്ടോ. കാരണം അധിക സ്ഥലത്തും ഒഴിഞ്ഞു കിടക്കുന്ന വിജനമായിട്ടുള്ള കൃഷി സ്ഥലങ്ങളാണ് കുറേ സ്ഥലം. അതിനിടയ്ക്ക് ഇങ്ങനത്തെ ഫാക്ടറികളൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. പിന്നെ ഈ ഹൈവേയിൽ എന്ന് പറഞ്ഞാൽ അധികം ചെറിയ വാഹനങ്ങളൊന്നും അല്ല, വലിയ ലോറികളാണ്. അതായത് പല സ്ഥലത്തേക്കും പിന്നെ ലോഡുമായിട്ട് പാർസലായിട്ട് പോകുന്ന, അല്ലെങ്കിൽ കൊറിയർ സർവീസുമായിട്ട് പോകുന്ന, അപ്പുറത്തെ റോട്ടിലാണെങ്കിലും ഇപ്പുറത്തെ റോട്ടിലാണെങ്കിലും വലിയ ലോറികളാണ് ഈ റോട്ടിൽ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഓടിക്കൊണ്ടിരിക്കുന്നത്. ചെറുവാഹനങ്ങൾ വളരെ കുറവാണ്. വഴിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വലിയ വണ്ടിക്കാരുണ്ടാവുകൊണ്ട് തന്നെ ധാബകളുണ്ട്.
അതുപോലെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അതുപോലെ ഇങ്ങനെ വഴിയോര കച്ചവടക്കാർ ഫുഡ് ചെറുതാക്കി ചെറിയ ടേബിളിൽ വീട്ടിലത്തെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വെക്കുന്ന കച്ചവടക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ദാബിയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നല്ല നോർമൽ റെസ്റ്റോറൻറ്റ് അതേ പ്രൈസ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്ത നോർമൽ ഫുഡ് വെക്കുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് ചിക്കൻ കറിയും ചോറും കഴിച്ചു. ചെറിയ പൈസക്ക് നമുക്ക് ഫുഡ് കിട്ടി. അത് കഴിച്ചിട്ട് ഇങ്ങനെ മുന്നേക്ക് വരികയാണെങ്കിൽ 42 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ ഏകദേശം അങ്ങനെ എത്തിത്തുടങ്ങി കേട്ടോ. ഹൈദരാബാദിൻ്റെ ഏരിയയിലേക്ക് എത്തിത്തുടങ്ങി. ഇനി 26 കിലോമീറ്റർ ഉള്ളത്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് വന്നൊരു വലിയ സിറ്റിയാണ്. ഓവർബ്രിഡ്ജും അതുപോലെ തന്നെ ബൈപ്പാസ് റോഡുകളൊക്കെ തിരക്കുണ്ട് കേട്ടോ. നമ്മളെ മാപ്പിൽ കാണുന്നുണ്ട് ഈ ഒരു രൂപത്തിലാണ് ഇവിടെ റോഡ്. മുകളിൽ കൂടെ തലങ്ങും വിലങ്ങും ഓവർബ്രിഡ്ജുകളാണ്. അതിന് താഴെ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ഹൈദരാബാദ് പോണ റൂട്ടിൽ തന്നെ കയറി. അവിടുന്ന് വേറെ കുറെ തിരിഞ്ഞു പോകുന്ന റോഡൊക്കെ കണ്ടു. വലിയൊരു ഓവർബ്രിഡ്ജാണ്. അതിന്റെ മുകളിൽ കൂടെയാണ്. അതിന്റെ സിറ്റി ഒക്കെ താഴെയാണുള്ളത്. നമുക്ക് സിറ്റി നമുക്കൊന്നും കാണാനില്ല. ഈ സൈഡിലൊക്കെ കാണുന്ന ഫുൾ ബിൽഡിംഗ് താഴെയാണ്. അതിന്റെയൊക്കെ ഒരു ഏകദേശം ഒരു പകുതിയോളം ഹൈറ്റിൽ കൂടെയാണ് ഈ ഓവർബ്രിഡ്ജ് പോകുന്നത്. അപ്പൊ ഇനി നല്ലൊരു ചായ കിട്ടണം, എന്നാലുള്ളൂ യാത്രക്കൊരു എനർജി ഉണ്ടാവുക. കുറെ സമയമായിട്ട് ഇങ്ങനെ ഓടും. അപ്പൊ വൈകുന്നേരം ആകുമ്പോൾ ചായയുടെ സമയമായി. അപ്പോൾ ഹൈദരാബാദിന്റെ ടേസ്റ്റുള്ള ഒരു ചായ കുടിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പൊ സൈഡിൽ കൂടെ ഒക്കെ വലിയ വലിയ കമ്പനീസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിട്ടോ. ഓരോ സംഭവങ്ങൾ അപ്പുറത്തപ്പുറത്തൊക്കെ കാണാനുണ്ട്. നമ്മളവിടെ കാണാത്ത കുറെ പേരും ബ്രാൻഡുകളൊക്കെയാണ് കാണുന്നത്. ഏകദേശം നമ്മളിങ്ങനെ ഹൈദരാബാദ് സിറ്റിയിലേക്ക് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്. റോഡ് എന്തായാലും അടിപൊളി റോഡാണ് കേട്ടോ. ഹൈവേ എന്ന് പറഞ്ഞാല് 1.5 ഹൈവേ ആണ്. ബാംഗ്ലൂരിൽ നിന്ന് തുടങ്ങിയിട്ട് ഹൈദരാബാദ് വരെ ഒരു പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാല് നമുക്ക് സുഖമായിട്ട് ഓടി വരാൻ പറ്റും. ഈ ഒരു സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് വല്ല ചൂടിന്റെ പ്രശ്നമില്ല. കാരണം നല്ല തണുപ്പാണ്. അപ്പം സ്കൂട്ടിക്ക് അവിടെ നിർത്തുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ചൂടടിക്കുക. അല്ലെങ്കിൽ കാറ്റിന് നല്ല തണുപ്പാകൊണ്ട് തന്നെ ആ ഒരു ചൂടിന്റെ ഇത് നമുക്ക് ഫീൽ ചെയ്യൂല. അപ്പൊ അതുകൊണ്ട് സുഖമായിട്ട് ഓടിച്ചു പോരാം. അത് ഈ യാത്രയിൽ നമുക്ക് വലിയൊരു ഉപകാരം കിട്ടി. കാരണം ചൂടാണെങ്കിൽ നമ്മൾ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തുമ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതും ഓടിയിട്ട് ആകെ താപാനാവും, ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ എത്ര ഓടിക്കഴിഞ്ഞാലും ഫ്രഷ് ആയിട്ട് തന്നെ ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ നമുക്ക് അതേപോലെ ഓടാൻ പറ്റുന്നുണ്ട്. ഇനി കാണുന്ന കാഴ്ചകളൊക്കെ നമുക്ക് പുതിയ കാഴ്ചയാണ് കേട്ടോ. അപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് തുടങ്ങി ഇതുവരെയൊക്കെ പുതിയ കാഴ്ചയായിരുന്നു. പക്ഷെ ഇപ്പൊ സിറ്റിയുടെ കാഴ്ചയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഈ ഒരു കണ്ടില്ല, അത് രാത്രിയായിരുന്നു. നമ്മളെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ടാണ് നമ്മളെ സ്കൂട്ടിയുടെ ചെയിൻ ബെൽറ്റ് പൊട്ടിയത്. അപ്പോൾ ഇനി ഹൈദരാബാദ് സിറ്റിയുടെ കാഴ്ച കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആ കാഴ്ച ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മളെ മുന്നിൽ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ നമ്മൾ അങ്ങനെ കൊമ്പൻസിന്റെ ഹൈദരാബാദ് യാത്ര ഹൈദരാബാദ് സിറ്റിയിലേക്ക് പ്രവേശിക്കാൻ പോവാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടാണ് നമ്മൾ താമസിക്കാനുള്ള റൂം. അപ്പൊ ആദ്യം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി സിറ്റിയുടെ കാഴ്ചകളിലേക്കാണ് കൊമ്പൻസ് പോകുന്നത്. എല്ലാവരും ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്ത് കുറച്ച് ബാക്കിലായിരുന്നു. എല്ലാവരും ഒപ്പം എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളിങ്ങനെ പതിയെ മൂവ് ചെയ്യാണ്. എല്ലാ കാഴ്ചകളും മനോഹരമായ കാഴ്ചകളൊക്കെ പകർത്തി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റോഡിന്റെ സൈഡിലൂടെയൊക്കെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് സമയം ഏകദേശം 4:45 ഈ സമയത്താണ് നമ്മൾ എത്തിയത്. വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല. സുഖമായിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓവർബ്രിഡ്ജ് ഹൈവേ മേൽ കൂടെ പോവാണ്. ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. വനസ്ഥാലിപുരത്താണ് നമ്മൾ ഇന്ന് താമസിക്കുന്ന ഹോട്ടലുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ നേരെ പോയി കഴിഞ്ഞാൽ ഹൈദരാബാദ് സിറ്റിയിലേക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ വനസ്ഥാലിപുരത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, റൈറ്റിലേക്ക് കട്ട് ചെയ്യാണ്. നമ്മൾ ട്രാക്ക് ചെയ്ത് ഇങ്ങനെ വരികയാണ് കേട്ടോ. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോണത്. ഓലൊക്കെ നമ്മളെ മാപ്പ് ഇട്ടിട്ടാണ് വരുന്നത്. അല്ലാതെ നടക്കത്തില്ല. കാരണം വഴി അറിയത്തില്ലല്ലോ. ഒരാൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ എല്ലാവരും നമ്മളെ നോക്കിയിട്ട് നമ്മളെ വണ്ടിയുടെ പിന്നിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നില് അസ്തമയം സൂര്യൻ കാണുന്നുണ്ട്.
സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ആ ഒരു സമയത്താണ് മനോഹരമായിട്ടുള്ള ഹൈദരാബാദ് സിറ്റി കാണാനായിട്ട് എത്തിയിട്ടുള്ളത്. എന്തായാലും നല്ല ഭംഗിയുള്ള കാഴ്ച. ഈ ഒരു സമയത്ത് ഏത് സിറ്റിയിലാണെങ്കിലും റോഡ് നല്ല റഷായിരിക്കും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഹൈദരാബാദിൽ വന്നപ്പോഴും ഇവിടെ നല്ല തിരക്കാണ് സിഗ്നലിലൊക്കെ. അപ്പം ആ തിരക്ക് ഇങ്ങനെ മറികടന്നിട്ട് നമുക്ക് ഓടിച്ചു പോകാൻ പരിചയമില്ലാത്ത റോഡും കൂടി ആകുമ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങളിങ്ങനെ മുന്നേക്ക് പോവാണ്. നമ്മുടെ ടീമൊക്കെ പിന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1:13:7 അല്ലേ? മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണതോ കാണാനല്ലേ. അടിപൊളി സംഭവമാണ് കേട്ടോ. എല്ലാം നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങള്, നല്ല നിർമ്മിതികളാണ്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓവർ ബ്രിഡ്ജ് കയറി പറഞ്ഞിട്ട്. അതും ആ പിന്നിൽ സൂര്യന്റെ ഒരു അസ്തമയ സൂര്യന്റെ ഒരു വെളിച്ചം കൂടി ഉണ്ടാകുമ്പോഴേ അതിന്റെ ആ കാഴ്ച നമുക്ക് വളരെ മനോഹരമായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. മുന്നിൽ ഇങ്ങനെ കണ്ടോ നല്ല ഭംഗിയുള്ള മസ്ജിദിന്റെ മിനാരങ്ങൾ കാണുന്നുണ്ടോ? റോഡിന് നേരെ ഇങ്ങനെ അതിങ്ങനെ ഈ സമയത്ത് കാണാൻ നല്ല ഭംഗിയില്ലേ. കൊട്ടാര സദൃശ്യമായിട്ടുള്ള ബിൽഡിങ്ങുകളും മസ്ജിദുകളും നല്ല നമ്മളെ നാട്ടിൽ നെൽപ്പാടം കാണുന്ന പോലെയാണ് ഇവിടെ അങ്ങോട്ട് താഴേക്ക് ബിൽഡിങ്ങുകൾ കാണും. അതൊക്കെ പക്ഷെ തിരക്കില്ല, ബാംഗ്ലൂരിന്റെ തിരക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് നോക്കിയാണ് ബിൽഡിങ്ങുകളാണ് ആ കാണുന്നത് ഫുള്ളായിട്ട്. ഇത് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയാണ്ടോ. അവിടെ ശരിക്കും ഒരു മൂടലുണ്ട്. ആ മൂടലിന്റെ അത്രയും ഭാഗം ബിൽഡിങ്ങുകളാണ് കാണുന്നത്. ഇവിടെ ഈ കാണുന്നത് ഉവൈസി ഹോസ്പിറ്റലാണ് കേട്ടോ. വലിയ ബിൽഡിങ്. മുന്നില് പ്രതീക്ഷയുണർത്തി വലിയൊരു കാപ്പി കപ്പ് ലൈറ്റോ കത്തിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് സൈഡാക്കി നോക്കട്ടെ. ഹൈദരാബാദത്തെ ആദ്യത്തെ ചായ കുടിക്കാൻ പോവാണ്. ഗാലക്സി കഫേ ഇറാനി ചായ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കൊമ്പൻസ് വലിയ സന്തോഷത്തിലാണ് കേട്ടോ. കാരണം ഒരു ഹൈദരാബാദ് ട്രിപ്പ് സ്കൂട്ടിയിൽ പോവാന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത്രയും ദൂരം നിങ്ങൾക്ക് സ്കൂട്ടിയിൽ ഓടാൻ പറ്റുമോ, പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു, നമ്മൾ ധനുഷ്കോടിയിലൊക്കെ ഓടി വന്നുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കത് പറ്റും എന്നുള്ളത്. 1000 കിലോമീറ്റർ ഓടിയിട്ട് ഞങ്ങളിതാ ഹൈദരാബാദിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു നല്ല വൈകുന്നേരത്ത് മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഹൈദരാബാദ് സിറ്റിയിൽ ഹൈദരാബാദത്തെ ആദ്യത്തെ ചായ കുടിക്കാൻ വേണ്ടി ഗാലക്സി കഫേയിൽ കയറിയിരിക്കുകയാണ്. ഇറാനി ചായ എന്നൊരു സ്പെഷ്യൽ ചായ ഇവിടെ ഉണ്ട്. ആ ചായ കുടിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ചായ കുടിച്ച എനർജി കിട്ടിയിട്ട് വേണം ഇനി റൂമിലേക്ക് പോകാൻ. എന്തായാലും ഹൈദരാബാദിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഞങ്ങൾ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. നല്ല അടിപൊളി ചായയാണ് കേട്ടോ. ഇവിടെ ബാംഗ്ലൂര് തുടങ്ങിയിട്ട് ഹൈദരാബാദ് വരെ ഞങ്ങൾ കുടിക്കാൻ കയറി ചായക്കടക്കിലൊക്കെ, അതായത് വിത്തൗട്ട് ഷുഗർ ചായ ഇല്ല, എല്ലായിടത്തും മധുരട്ട ചായ മാത്രമേ ഉള്ളൂ അവർ തരുന്നത്. ഇപ്പൊ ഇവിടെയും തന്നെ വിത്തൗട്ട് ഷുഗർ ഇല്ല, മധുരം കുറഞ്ഞ ചായ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പല സ്ഥലങ്ങളിലും ചായ ഇങ്ങനെ ഫ്ലാസ്കിൽ കാച്ചി വെച്ചേക്കാണ്. അവര് നമ്മൾ ചോദിക്കുമ്പോൾ ചായ കാച്ചി തരുന്നില്ല. അപ്പൊ ഒന്നാമത്തെ ഒരു കാരണം അതാണ്. എന്തായാലും ശകലം മധുരട്ട ചായയാണ് കുടിക്കുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചായ കുടിച്ചപ്പോ എല്ലാവർക്കും ഊർജ്ജം വന്നു കേട്ടോ. അതും ഇറാനി ചായ. ഓക്കെ, അതിന് കുടിച്ചപ്പോ എല്ലാവർക്കും ഊർജ്ജം വന്നു. ഞങ്ങള് റൂമിലേക്ക് പോവാണ്. അപ്പൊ ചായ കുടിച്ച ഊർജ്ജത്തോടെ ഞങ്ങൾ വീണ്ടും റോഡിലേക്ക് ഇറങ്ങാണ്. സമയം ഇരുട്ടി തുടങ്ങി കേട്ടോ. ഇനി വീഡിയോക്കൊന്നും വലിയൊരു ക്ലാരിറ്റി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇനി റൂമിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങളായിട്ട് ഞങ്ങൾ വരാം. അങ്ങനെ സൂര്യനൊക്കെ അസ്തമിച്ചു കേട്ടോ. വെയിലൊക്കെ പോയി, ഇരുട്ടായി തുടങ്ങി. എന്തല്ലേ മനോഹരമായിട്ടുള്ള കെട്ടിട സമുച്ചയങ്ങള്. ചെറിയൊരു ദൂരമൊന്നുമല്ല, ഒരുപാട് ദൂരത്തേക്കാണ് കാണുന്നത്. ക്യാമറ ഇങ്ങനെ പൊക്കി പിടിച്ചാണ്ടല്ലോ നമുക്കത് ശരിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത്രയും ദൂരത്തേക്കാണ് ബിൽഡിങ്ങുകൾ കാണുന്നത്. അപ്പൊ നമ്മളൊരു അണ്ടർപാസിലേക്ക് ഇങ്ങനെ ഇറങ്ങാണ് കേട്ടോ. ഏത് വഴി എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല. ഗൂഗിൾ മാപ്പില് ഇങ്ങനെ പോവാണ്. ഗൂഗിൾ മാപ്പ് ചില സമയത്ത് നമ്മളങ്ങോട്ട് പെടുത്തും. 2-3 റോഡാകുമ്പം ചെറിയ കൺഫ്യൂഷൻ വരും ചിലപ്പോ. നമുക്കിനി ഇവിടുന്ന് യൂ ടേൺ എടുത്തിട്ട് റൈറ്റ് തിരിഞ്ഞിട്ട് കുറച്ചുള്ളിലേക്ക് പോകണം. അവിടെയാണ് നമ്മളെ റൂം.
നല്ല തിരക്കുള്ള സ്ഥലത്ത് തന്നെയാണ്. റൂമിൽ പോയി നോക്കിയാലാണ് അവിടുത്തെ അവസ്ഥ അറിയുള്ളൂ. ഈ റൂം നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് booking.com വഴി ഓയോന്റെ റൂമാണ്. 2 ദിവസം നമ്മൾ ഓയോന്റെ റൂമായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. രണ്ടും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെന്നുള്ളതാണ്. നല്ല തിരക്കാണ് കേട്ടോ വൈകുന്നേരത്ത്. അങ്ങോട്ട് തിരിഞ്ഞു പോകണം. ലൈറ്റൊക്കെ പ്രകാശിച്ച് നിൽക്കുന്ന ഓരോ സ്ഥാപനങ്ങളാണ് കേട്ടോ. ഡ്രസ്സിന്റെ ഷോപ്പുകൾ, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകള്, വെസ്റ്റ് സൈഡ്, അങ്ങനെ പല പല ബജാജ് ഇലക്ട്രോണിക്സ്, അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അല്ലേ? ലൈറ്റൊക്കെ ഇങ്ങനെ ഫുള്ള് തെളിഞ്ഞിട്ടേ. ആരും വഴി തെറ്റാതെ തന്നെ നമ്മളെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്ക് തിരിഞ്ഞു. ഇനി കുറച്ച് ദൂരം കൂടി പോകാനുണ്ട് നമ്മളെ റൂമിലേക്ക്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏകദേശം നമ്മളെ ഹോട്ടലിലെത്തി. MG എലൈറ്റ് ഈ കാണുന്നതാണ് നമ്മളെ ഹോട്ടൽ കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ കയറി നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളത്. വണ്ടി കയറാനൊക്കെ ഉള്ള സ്ഥലമൊക്കെ കാണുന്നുണ്ട്. ഉള്ളിൽ പാർക്കിംഗ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ വിളിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിനകത്തേക്ക് കയറുകയാണ്. പോട്ടെ, കേട്ടുണ്ടാണ് കേട്ടുള്ളൂ. പാർക്കിംഗ് ഒക്കെ നല്ല അടിപൊളി പാർക്കിംഗ് ആയിട്ട് കാണുന്നുണ്ട്. അത്യാവശ്യം തിരക്കടില്ലാത്ത റൂമാണ് തോന്നുന്നത്. പിന്നെ നോക്കാം, ലിഫ്റ്റ് ഒക്കെ പുറത്ത് തന്നെ ഉണ്ട്. പാർക്കിംഗ് ലിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഹോട്ടൽ വേണ്ടത്. വീൽ ചെയറിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞാല് അടിപൊളിയായിട്ട് കയറാൻ പറ്റും. അപ്പൊ കൊമ്പൻസിന്റെ ഹൈദരാബാദ് യാത്ര ഇപ്പം ഹൈദരാബാദ് മനസ്ഥാലിപുരി എന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. MG എലൈറ്റ് ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇത് നമുക്കൊരു സന്തോഷമാണ്. കയറി വരുമ്പോൾ തന്നെ വീൽ ചെയർ കയറാൻ പറ്റുന്ന സ്ഥലം, അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലം, നേരെ പാർക്കിംഗ് മേളിലേക്ക് ലിഫ്റ്റ്. ഇതുപോലത്തെ റൂമുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ഹോട്ടലിൽ പോയിരിക്കേണ്ടത്. ഇന്നലെ ഞങ്ങൾ റൂമുകൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് അടി ഉണ്ടാക്കിയിട്ടുണ്ടാവും ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പക്ഷെ ഇന്ന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് ഞങ്ങൾ ബുക്ക് ചെയ്ത് വെക്കുന്നത് ഓയിൽ കൂടെ തന്നെയാണ്. അപ്പോൾ ഇത്തരം റൂമുകളാണ് നൽകുന്നതെങ്കിൽ റൂമിലേക്ക് കയറാനും എല്ലാത്തിനും പറ്റും. കാരണം ഇത്രയും വിശാലമായ പാർക്കിംഗും ലിഫ്റ്റ് ഒക്കെ ഉണ്ടാവുമ്പോൾ തന്നെ പാർക്കിംഗും കൂടുതൽ സ്പേസ് ഒക്കെ ഉണ്ടാവുമ്പോൾ തന്നെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു എനർജിയാണ്, ഒരു ഹാപ്പിയാണ്. എന്തായാലും ഹൈദരാബാദ് ഫസ്റ്റ് ഡേ ഹാപ്പി ആയിട്ട് ഞങ്ങൾ തുടങ്ങുകയാണ്. അപ്പൊ കൊമ്പൻസ് വിശാലമായിട്ടുള്ള ലിഫ്റ്റ് കയറിയിട്ട് റൂമിലേക്ക് വന്നുകൊണ്ടിരിക്കാനുണ്ടാവും. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് സിറ്റിയിൽ ഇവിടെ വനസ്ഥാലിപുരത്താണ്. നമ്മൾ റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നേക്കാണ്. എല്ലാവർക്കും പൂരിയാണ്. അണ്ണം മാത്രം പൊറോട്ട. നമ്മുടെ മസിലൊക്കെ നിലനിർത്തി നല്ല ഉണക്കപ്പൊറോട്ട വേണം. കറി പറ്റില്ല, മറ്റേ കറി അത് കറി വേണം.